വയനാട്ടിൽ ഡെപ്യൂട്ടി കളക്ടർ ഗീത സിയുടെ സസ്പെൻഷൻ ഉത്തരവിൽ അവ്യക്തത എന്ന് NGO അസോസിയേഷൻ. ഭൂമി തരം മാറ്റത്തിന് 10,000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ചാണ് നടപടിയെടുത്തത്. പണം കൊടുത്തത് ആരെന്നോ വാങ്ങിയതാരെന്നോ ഉത്തരവിൽ വ്യക്തതയില്ല എന്ന് NGO അസോസിയേഷൻ ആരോപിച്ചു. നീരൊഴുക്ക് തടസ്സപ്പെടുത്തി വയൽ മണ്ണിട്ട് നികത്തിയ ഭൂമി തരം മാറ്റാൻ കൂട്ടുനിൽക്കാത്തതിന്റെ വൈരാഗ്യമാണ് നടപടിക്ക് പിന്നിലെന്നും ആരോപണമുണ്ട്. കമൽ ചേരുന്നു വിശദാംശങ്ങളുമായി അവിടെ നിന്നും. കമൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ അവ്യക്തത? എന്ത് തരത്തിലാണ് ഈ റിപ്പോർട്ട്? ഇവർ ഈ ആരോപിക്കുന്നത് പോലെ കൊടുക്കാനുള്ളൊരു ശ്രമമായിരുന്നു? കാരണം ഈ ഗീത എന്ന ഉദ്യോഗസ്ഥ മറ്റു പല ഉത്തരവാദിത്വങ്ങളും സർക്കാർ ഏൽപ്പിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോത്തി, ഇന്നലെയാണ് വയനാട് ഡെപ്യൂട്ടി കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ സി ഗീതയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിട്ടും നടപടി സ്വീകരിച്ചില്ല എന്ന പേരിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KJ ദേവസ്യയുടെ പരാതിയിലാണ് ഈ നടപടി ഉണ്ടായത്. ഈ ഉത്തരവിൽ പറയുന്നത് മറ്റാരോ സമീപിച്ച് ഡെപ്യൂട്ടി കളക്ടർക്ക് 10,000 രൂപ കൊടുത്താൽ ഈ കാര്യം ശരിയാകുമെന്ന് പറഞ്ഞതായാണ്. അതായത് ആര് പണം വാങ്ങിയെന്നോ പണം ആവശ്യപ്പെട്ടു എന്നോ അല്ലെങ്കിൽ പണം നൽകിയോ എന്നൊന്നുമുള്ള വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ ഉത്തരവ് അവ്യക്തമാണെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളടക്കം NGO അസോസിയേഷൻ അടക്കം ആരോപിക്കുന്നത്. റിട്ടയർ ചെയ്യാൻ 6 മാസം മാത്രം കാലാവധി ഉള്ളപ്പോഴാണ് ഈ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, ജില്ലാ കളക്ടർ ഹിയറിംഗ് നടത്തുകയോ വിശദീകരണം ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നൊക്കെ NGO അസോസിയേഷൻ ആരോപിക്കുന്നു. നൂൽപ്പുഴ ഭാഗത്ത് ഒരു വയൽ നികത്തിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതിന് റെഗുലറൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ സസ്പെൻഷനിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ ഒരുപാട് പരാതികളും ഇതൊക്കെയായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തായാലും NGO അസോസിയേഷൻ ഇപ്പോൾ പറയുന്നത് ഈ നടപടി ചട്ടവിരുദ്ധമാണ്, അതിനെതിരെ സമരത്തിലേക്ക് നീങ്ങും എന്നൊക്കെയാണ്. മോത്തി, ശരി.